ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മളെ ഹോണ്ട ഡിയോ വണ്ടിക്ക് പിക്കപ്പ് വലിയുടെ കുറവ് പറഞ്ഞിട്ടുണ്ട്, വലിയ കുറവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നല്ല ജെർക്കിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് വലിയ കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് ക്ലച്ച് സൈഡിൽ നിന്ന് നല്ലൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടും ജെർക്കിങ് കാണിക്കുന്നുണ്ട്. ഫ്രണ്ട് ബുഷിൻ്റേതായിട്ടുള്ള കംപ്ലൈൻറ്റ് ഉണ്ട്, അതായത് ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ്ങിൻ്റെയും പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറയാം. നമുക്കതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട്. അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്സിലേറ്റർ കുറച്ചിട്ടൊരു മീഡിയം സ്പീഡിൽ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ നമുക്ക് പ്രശ്നം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് അഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡിയും അതിൻ്റെ ഈ ബോസ് ഡ്രൈവും കംപ്ലൈൻറ്റാണ്. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് ശരിക്കും ഒട്ടും പ്ലേ പാടില്ല. ഇതിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഇതിൻ്റെ ഈ ഭാഗത്ത് തുരുമ്പ് ഇട്ട് അതേപോലെ ഈ ബുഷിന് തേമാനം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജെർക്കിങ് നമുക്ക് ഫീൽ ചെയ്യണം. അതുകൊണ്ടാണ് എത്ര പ്ലേ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് മാറ്റി റീസെറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഈ വീലും ഈ ബുഷും കൂടി മാറ്റിയാലാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ വന്ന റോളറാണ്, അതിന് തേമാന കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്ക് നിലവിൽ ഇത് മാറ്റിയാൽ മതി. പിന്നെ അത് കൂടാതെ കൊണ്ട് പീസ് സ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷാണ്. അത് നമ്മൾ ഇപ്പോൾ ക്ലച്ച് യൂണിറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ കിടന്ന് വർക്ക് ചെയ്യണം, ഇങ്ങനെ മൂവ് ചെയ്യണമായിട്ടാണ്. അപ്പോൾ അതിനും ചെറിയൊരു പ്ലേ കൂടുതൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പീസ് സ്ലൈഡ് കൂടി നമുക്ക് മാറ്റണം. ഈ വീല് മാറ്റണം, ഈ ബുഷ് മാറണം, അതേപോലെ ഈ പീസ് സ്ലൈഡ്. പിന്നെ അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ഇതൊക്കെ ഫ്രീ ആയിട്ട് വർക്ക് ആവുന്നുണ്ട്, ഇതും ഫ്രീ ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ഈ യൂണിറ്റ് വരുമ്പോഴത്തേക്ക് ഇത് അതിനകത്ത് ടൈറ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് പിക്കപ്പിനെ ഡയറക്റ്റ് ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ അഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഗ്രീസിങ് നടത്തുന്നുണ്ട്. ക്ലച്ച് യൂണിറ്റ് അഴിച്ചിട്ടും ഫുള്ളായിട്ട് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട്. ഇത് നമ്മൾ ഓരോ 10,000 കിലോമീറ്ററിൽ കൂടുമ്പോഴും നിർബന്ധമായിട്ട് ചെയ്യണം. നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത സർവീസ് ചെയ്ത് പോവുകയാണെങ്കിൽ ചെയ്യണ വണ്ടികളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സർവീസിലും നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലോ വർക്കിങ്ങിൻ്റെ എന്തെങ്കിലും പോരായ്മ തോന്നുന്നുണ്ടെങ്കിലോ ഗ്രീസിങ് നടത്തേണ്ടതാണെങ്കിൽ കൈയോടെ നമ്മൾ ഗ്രീസ് ചെയ്ത് പോകാറുണ്ട്. ഇതിപ്പോൾ അതല്ലെങ്കിൽ കൂടി വർഷത്തിലൊരു പ്രാവശ്യം നിർബന്ധമായിട്ടും CVT ക്ലച്ച് അഴിച്ച് ഗ്രീസിങ് നടത്തണം, അല്ലെങ്കിൽ ഓരോ 10,000 കിലോമീറ്ററും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നിലവിൽ ഈ വീലുകൾ ഡാമേജ് വന്നിട്ടുണ്ട്, അത് നമ്മൾ ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഹോണ്ടയുടെ കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്. വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല, പൊട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിലവിൽ ബെൽറ്റൊക്കെ അത് തന്നെ മതി. ബാക്കിയത്തെ ഈ ഇത് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സൈഡിൽ നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് കാണുന്നത് ഈ ലിങ്കിൻ്റെ ബുഷുകളാണ്. ലിങ്കിൻ്റെ ബുഷ് എന്ന് പറയുമ്പോൾ ഫുൾ സെറ്റ് നമുക്ക് ബുഷ് കംപ്ലൈൻറ്റ് മാറ്റേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിൽ വന്ന കോളർ യൂണിറ്റ് മാത്രം മാറ്റിയാൽ മതി. കാരണം എന്താ വെച്ചാൽ ഈ സൈഡാണ് ഇച്ചിരി പ്ലേ കൂടുതലുള്ളൂ, ഈ സൈഡ് അത്രയും തന്നെ ഇല്ല. പക്ഷേ മാറ്റുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും കോളർ ബുഷ് അതിൻ്റെ ഉള്ളിൽ വന്ന മെറ്റൽ ടൈപ്പ് ബുഷുണ്ട്, അത് മാറ്റി റീസെറ്റ് ചെയ്യാം. ഫ്രണ്ടിലത്തെ കുഷൻ്റെ ആയാലും വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ ഉള്ളതാണ് വീൽ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്. വീൽ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ അറിയാം, തുരുമ്പ് ഇങ്ങനെ ചാടി തുടങ്ങിയിട്ടുണ്ട്. അത് ബെയറിങ് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞാൽ തുരുമ്പാണ് കേട്ടോ. ഇത്രയും ഷെയ്ക്ക് കാണുന്നുണ്ട്, ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീൽ ബെയറിങ് ചേഞ്ച് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഫ്രണ്ടിലത്തെ ആ ചാട്ടവും മാറിക്കുള്ളൂ. അപ്പോൾ ഞാൻ നിലവിൽ ഈ വീൽ ബെയറിങ് അതിനകത്ത് ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ ഈ ഫ്രണ്ടിൽ തന്നെ ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷുകൾ ഉൾപ്പെടുത്താം. അതേപോലെ ഈ വീലുകൾ ഇപ്പോൾ ഈ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.